വയനാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ് കെ റഫീഖ്. ഒരുപക്ഷെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ CPMന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഒരുപക്ഷെ ആ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി ആവും. എന്തായാലും അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഇനിയുള്ള മുന്നോട്ട് പോക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും പാർട്ടിയുടെ ജില്ലാ സമ്മേളനം വളരെ ഗൗരവമായ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം, അതുപോലെയുള്ള ബദൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം, നമ്മുടെ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമായ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട്. അപ്പോൾ ഇത്തരം വിഷയത്തിലൊക്കെ വലിയ രൂപത്തിലുള്ള ബഹുജനങ്ങളുടെ ആകെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതോടൊപ്പം ഗവൺമെൻറ് തലത്തിൽ ഇടപെടേണ്ടത് ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം സമ്മേളനം വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും സംഘടനാ തലത്തിൽ നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അത് കൂട്ടായിട്ടാണ്. സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമ്മേളനമാണ്. ആ സമ്മേളനം ഇപ്പോൾ 27 അംഗ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 27 അംഗ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന സഖാക്കളാണ്. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പി ഗഗാറിൻ ജില്ലാ സെക്രട്ടറി ആകും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ സംഘടനാ സമ്മേളനം കഴിഞ്ഞ ഘട്ടത്തിൽ താങ്കൾ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു മത്സര സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. ഞങ്ങളുടെ CPMന്റെ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ പറയുന്നത്. ഇവിടെ എല്ലാം ഐക്യകണ്ഠേനയാണ്. 27 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തതും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുത്തതും പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതും എല്ലാം ഐക്യകണ്ഠേനയാണ്. നിങ്ങൾ ഇന്നയാൾ സെക്രട്ടറി ആവും ഇന്നയാൾ സെക്രട്ടറി ആവില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാവനയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. സമ്മേളനം തിരഞ്ഞെടുക്കുമ്പോഴാണ് ആ രൂപത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം വരുന്നത്. തീർച്ചയായും സമ്മേളനം വളരെ ഐക്യത്തോടു കൂടിയാണ് എല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതെല്ലാം ഒരു കൂട്ടായ നേതൃത്വമാണ്, ആരെങ്കിലും ഒരാൾ എന്നുള്ളതല്ല. പകരം സെക്രട്ടറി എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഇതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യുക നടത്തൽ മാത്രമാണ്. സ്വാഭാവികമായിട്ടും കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ഈ കമ്മിറ്റി മുന്നോട്ട് പോവുക. അതിനെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. യാതൊരു വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഈ നടപടിക്രമങ്ങളൊന്നും ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപാട് വോട്ട് ചോർച്ച സംഭവിച്ചൊരു തെരഞ്ഞെടുപ്പുകൾ പിന്നിട്ട കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും? അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ്. മാത്രമല്ല നമുക്കറിയാം, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. അതോടൊപ്പം തന്നെ വലിയ രൂപത്തിലുള്ള പണത്തിൻ്റെ ഒഴുക്കുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർഗീയതയെല്ലാം കൂട്ടുപിടിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലുണ്ടായിട്ടുള്ള ഒരു പുറകോട്ടടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 വലിയ വോട്ട് വർധനം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ വലിയ മുന്നേറ്റം എടുക്കാൻ വേണ്ടി കഴിയും. കാരണം ഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണ്. ആ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം വലിയ പ്രതിഷേധം ജനങ്ങളിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടാവാത്ത പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ CPIM ഈ കാലയളവിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെയെല്ലാം ആ നിലയിൽ അണിനിരത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും അദ്ദേഹം പറയുന്നത് ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ ഒരു തരത്തിലുള്ള മത്സരമോ മറ്റൊരു തരത്തിലുള്ള പ്രശ്നമോ ഉണ്ടായിട്ടില്ല. എല്ലാ നടപടിക്രമങ്ങളും ഐക്യകണ്ഠേനയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലുള്ള മത്സര സ്വഭാവവും ഇതിനകത്തുണ്ടായിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിലേക്കും സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ കാര്യത്തിലേക്കും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് അത് ഐക്യത്തോടു കൂടിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും പുതിയ ജില്ലാ സെക്രട്ടറിയായ കെ റഫീഖ് വിശദീകരിക്കുന്നു. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.